ഇനിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സംഭവം. ഏതാണത്? ഹുദൈബിയയിൽ നടന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും 1500ഓളം ആളുകളുണ്ട്. 80 പേരുടെ കഥയല്ല ഈ പറയുന്നത്, 300 പേരുടെ കഥയല്ല. 1500ഓളം ആളുകളുമായി പരിശുദ്ധമായ മദീനയിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത് ഹിജ്റയുടെ 6-ാം വർഷം ഒരു തിങ്കളാഴ്ച ദിവസം ദുൽഹുലൈഫ മീഖാത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സ്വഹാബത്ത് ഇഹ്റാം ചെയ്യുന്നു. ഒരു കൂട്ടം ആളുകൾ ജുഹഫയിൽ നിന്നും മറ്റൊരു വിഭാഗം ഉംറ അവിടെ ചെന്നിട്ട് കരുതാമെന്ന് കരുതിയും എല്ലാവരും റസൂലുള്ളാഹിയോടൊപ്പം യാത്ര തിരിക്കുന്നു. 450 കിലോമീറ്റർ ഡെസേർട്ടിലൂടെ, മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാബ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നു. ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് തടയപ്പെടുന്നു. അതാ ദിവസങ്ങളായി വിഷമമാണ്, വെള്ളമില്ല. രാത്രിയായി നേരം വെളുക്കുമ്പോഴേക്കും ആളുകൾ സങ്കടത്തിലായി. 1500 പേരുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താണ്. മരുഭൂമിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. കൊണ്ടുവന്നിട്ടുള്ള തോൽപാത്രത്തിലെ വെള്ളം മുഴുവനും തീർന്നുപോയി. മക്കയിലെത്തുമെന്ന് കരുതി വന്നവരാണ്. 20 കിലോമീറ്റർ മുന്നിലുള്ള ഹുദൈബിൽ വെച്ചുകൊണ്ട് തടയപ്പെടുകയാണ്. അവിടെ വെച്ചുകൊണ്ടാണ് ഹുദൈബിയ സന്ധി നടക്കുന്നത്. രാത്രി അതാ കുറച്ച് സ്വഹാബത്തിന് വല്ലാത്ത പ്രയാസങ്ങൾ നേരിട്ടു. അവർ പല ആളുകളും വലിയ അശുദ്ധി ഉള്ളവരായി മാറി. അല്ലാഹു അവർക്ക് ക്ഷീണം കാരണം പരീക്ഷണം കൊടുക്കുകയാണ്. എല്ലാവരും സങ്കടത്തിലാണ്. എന്ത് ചെയ്യുമെന്ന് കരുതി നിൽക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, എല്ലാ സങ്കടങ്ങളും തീർക്കാൻ നമുക്കിടയിൽ ഒരാളുണ്ടല്ലോ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങള് മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് സ്വഹാബത്ത് പറയുകയാണ്, നബിയേ, കുളിക്കാൻ വെള്ളമില്ല റസൂലേ, വുളൂ ചെയ്യാൻ വെള്ളമില്ല റസൂലേ. 1500 പേരാണ് സങ്കടം പറയുന്നത്. നബി തങ്ങൾ പറയുന്നു, ഉള്ള വെള്ളം കൊണ്ടുവരൂ. ഒരു തോൽപാത്രത്തിൽ കുറഞ്ഞ വെള്ളം കൊണ്ടുവരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ശറഫാക്കപ്പെട്ട കരം അതിനുള്ളിലേക്ക് വെച്ചു. മാഷാ അല്ലാഹ് റഅയ്നാ യംബുൽ മാഅ മിൻ അസാബിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കരങ്ങൾക്കിടയിൽ നിന്ന് പരിശുദ്ധമായ മുസബ്ബിഹ വിരലിന്റെയും നടുവിരലിന്റെയും ഇടയിൽ നിന്ന് വെള്ളം പ്രവഹിക്കുകയാണ്. സ്വഹാബത്ത് ഞെട്ടിദ്ധരിക്കുകയാണ്. എല്ലാവരും ആവോളം കുടിച്ചു, കുളിച്ചു, നിസ്കരിച്ചു, വുളൂ ചെയ്യുന്നു. 1500 പേര് റാഹത്തായി ഉപയോഗിക്കുകയാണ്. 1500 പേര് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ റസൂലുള്ള കയ്യങ്ങ് വലിച്ചു. വെള്ളമതാ നിലയ്ക്കുകയാണ്. മാഷാ അല്ലാഹ്, ഇതൊരു സാദാസീത പ്രവാചകനാണോ? ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുൽഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി فإن فضل رسول الله ليس له حد فيعرب عن هناطق بفمي. കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദിനെ ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹുവിന്റെ റസൂലിനെ വെറുക്കല്ലേ. ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലാതെ ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും പോകരുതേ. ഒരു സാദാസീത മനുഷ്യനായി നബി തങ്ങളെ കാണല്ലേ. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് വെള്ളം അങ്ങനെ പ്രവഹിക്കുന്നത് നേർക്ക് നേരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഞങ്ങൾ 1500ഓളം ആളുകൾക്കാണ് ആ വെള്ളം ഉപയോഗപ്പെട്ടത് എന്ന് സ്വഹാബത്ത് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്, നീ ശേഖരിച്ചു വെച്ചതായ സംസമില്ലേ, അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു വെള്ളം ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ നബ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബ. ലോകത്തെ ഏറ്റവും
ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ നിന്ന് പ്രവഹിച്ചതായ വെള്ളമാണ്. അത് കഴിഞ്ഞിട്ടേ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മറ്റുള്ള വെള്ളങ്ങൾക്കുള്ള സ്ഥാനമുള്ളൂ. ശരിക്കും മനസ്സിലായിക്കോ? ഇത് ഇമാമികൾ ഇത്തിഫാക്കായതാണ്. അയിമ്മത്ത് പിൽക്കാലത്തുള്ള മഹത്തുക്കളായ മുഴുവൻ അയിമ്മത്തും ഇത്തിഫാക്കായ വിഷയമാണ് ഈ പറഞ്ഞത്. നബിയുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ച വെള്ളത്തിന് ഏറ്റവും ശ്രേഷ്ഠത. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് കഴിഞ്ഞിട്ടേ സംസം ഉള്ളൂ. കാരണം എന്താ? സംസം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലുപ്പയാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം പതിഞ്ഞതായ സ്ഥലത്ത്, പാദമിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറക് മുകൂലം പുറപ്പെട്ടതായ വെള്ളം സംസം. അത് രണ്ടാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനം നബിയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടത്. മാഷാ അല്ലാഹ്, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മൂന്നാം സ്ഥാനം ഹൗദുൽ കൗസറിന്. അതങ്ങനെ നാളെ സ്വർഗത്തിൽ കൊടുക്കുന്ന ഹൗദുൽ കൗസർ അത് അള്ളാഹു നബിക്ക് കൊടുക്കാൻ, നബിക്ക് അങ്ങോട്ട് നൽകുന്നതാണ്. അത് ടേസ്റ്റ് ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ്. ഈ പറഞ്ഞ വെള്ളങ്ങളെക്കാളൊക്കെ ടേസ്റ്റാണ്. അഹ്ലാമിൽ അസൽ, തേനിനേക്കാൾ മധുരം. വഅബിയദു മിനൽ ലബൻ, പാലിനേക്കാൾ നല്ല വെണ്മ. ആരെങ്കിലും കുടിച്ചാൽ, ഒരു കവിള് കുടിച്ചാൽ പിന്നെ ദാഹിക്കൂല. അങ്ങനെയൊക്കെ മഹത്വം എന്തിനുണ്ട്? കൗസറിനുണ്ട്. അള്ളാഹു നമുക്കത് കുടിക്കാൻ തൗഫീഖ് തരട്ടെ. ഹൗദുൽ കൗസർ. പക്ഷേ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാം സ്ഥാനം. അള്ളാഹു നാളെ നൽകുന്ന സ്വർഗീയമാകുന്ന വെള്ളത്തേക്കാൾ ശ്രേഷ്ഠത ഇമാമിങ്ങൾ എണ്ണിയത് ഒന്നാം സ്ഥാനം നബിയുടെ ശരീരത്തിൽ നിന്ന് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ സ്വഹാബത്തിന് കിട്ടിയ വെള്ളം. ആ വെള്ളം അന്ന് തീർന്നു കേട്ടോ. ആരെങ്കിലും പറയാ സദസ് പിരിയുമ്പോ, അതെ സോപ്പ് പറഞ്ഞ വെള്ളമില്ലേ താച്ചമുക്കിലുണ്ട്, എന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയാൽ പറ്റി അടി കൊടുത്തേക്കണം, വെറുതെ പറയുന്നത്. വേണേ അതും പറയുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയുന്നത്. ആ വെള്ളം നിലച്ചു, അത് കഴിഞ്ഞിട്ടുണ്ട്. അത് അന്ന് വന്നു, പ്രവഹിച്ചു, നിലച്ചു. അതിനില്ല. അന്ന് കിട്ടിയ സ്വഹാബത്തിന് അത് കിട്ടി. ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അതാണ്. നാലാം സ്ഥാനം ഒന്നത്, രണ്ടാം സ്ഥാനമാണ് ഇത് സംസം, മൂന്നാമത്തത് ഹൗദുൽ കൗസർ, നാലാമത്തത് ഫനീലു മിസ്രിൻ, ഈജിപ്തിലെ നൈൽ നദി. മൂസാ നബി അലൈഹിസ്സലാമിനെ പെട്ടിയിലാക്കി ഒഴുക്കിയ, അവിടുത്തെ കരങ്ങളടക്കം സ്പർശനം നടത്തിയിട്ടുള്ള ആ മനോഹരമായ വെള്ളത്തിന് ഇമാമികൾ ഇത്തിഫാക്കായി എല്ലാവരും യോജിച്ചു പറഞ്ഞു, ലോകത്ത് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ നാലാം സ്ഥാനം പരിശുദ്ധമായ മനോഹരമായ നൈൽ നദിയിലെ വെള്ളമാണ്. പിന്നെ ലോകത്തുള്ള എല്ലാ നദിയും സമമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാനിത് പറഞ്ഞെന്തിനാ? ഈ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കയ്യിൽ നിന്ന് വെള്ളം പ്രവഹിച്ചത് ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്, മാനുഷികമായ കഴിവ്. ഇതൊരു സാദാസീത മനുഷ്യരല്ല. മനസ്സിലായി? ومن اليسير سقى وأطعم جيشه حتى تفوى يسيره لم ينفدي. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയാണ്. നമസ്കാരം കഴിഞ്ഞ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വല്ലാത്ത വിശപ്പാണ്. നല്ല വിശപ്പ്, കഠിനമായ വിശപ്പ്. വിശപ്പുള്ള ഒരു ദിവസം ഞാൻ പള്ളിയുടെ വാതിക്കൽ വന്നു നിന്നു. എന്തിനാ? നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ പോകുമ്പോ അസ്സലാമു അലൈക്കും, പതിവില്ല ഒരു സലാം പറച്ചിൽ. അപ്പൊ കേൾക്കുമ്പോ തിരിയും, സലാം പറഞ്ഞത് എന്തിനാണ്? അവനെന്തോ വിശപ്പുണ്ടെന്ന് മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ടാണ് വാതിക്ക വന്ന് നിൽക്കാൻ. ഓരോരുത്തരും നിസ്കാരം കഴിഞ്ഞ സ്വഹാബത്ത് ഇങ്ങനെ പോകുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 70ഓളം സ്വഹാബത്ത് പള്ളിയിൽ നബി തങ്ങളുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ തിണ്ണയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അസ്ഹാബു സുഫ എന്നാണ്, അഹ്ലു സുഫ എന്നാണ് അവർ അറിയപ്പെടുന്നത്. സുഫത്തിന്റെ അഹ്ലുകാർ, തിണ്ണയുടെ അഹ്ലുകാർ, വിശപ്പിന്റെ ആൾക്കാരാണ്, സാധുക്കളാണ്, പട്ടിണിപ്പാവങ്ങളാണ്. അവർക്ക് വിശപ്പ് കിട്ടുകയും അവരുടെ സങ്കടങ്ങളൊക്കെ തീർക്കുക ചെയ്യുന്ന നബിതങ്ങളാണ്. ഓരോ സ്വഹാബത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ളത് അങ്ങോട്ട് കൊടുക്കും. പട്ടിണിയിലൂടെ ദീൻ പഠിച്ചതാകുന്ന സ്വഹാബത്ത് അതിൽപ്പെട്ട വ്യക്തിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, എനിക്ക് വല്ലാത്ത വിശപ്പ്, നല്ല വിശപ്പ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നിസ്കാരമൊക്കെ കഴിഞ്ഞ പള്ളിയുടെ വാതിക്കലോട്ട് മാറി നിന്ന് എന്നിട്ട് പോകുന്നവരോടൊക്കെ അസ്സലാമു അലൈക്കും, അപ്പൊ എല്ലാവരും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാം പറഞ്ഞിട്ട് അവരിങ്ങനെ പോവാ.
ആരും മൈൻഡ് ചെയ്യുന്നില്ല, കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. എന്നെ അഭിമാനം കൊണ്ട് വിശക്കുന്നു എന്ന് പറയാൻ പറ്റൂ? അതും പറ്റൂലല്ലോ. അങ്ങനെ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന് വന്നു. അപ്പൊ ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയിട്ട് ഒരു ആയത്തിനെ കുറിച്ച് സംശയം ചോദിച്ചു. സത്യത്തിൽ എനിക്ക് ആയത്തിനെ കുറിച്ച് സംശയമൊന്നുമില്ല, പക്ഷെ സംശയം ചോദിക്കുന്നത് എന്തിനാണ്? ഇദ്ദേഹം സംശയമൊക്കെ തീർക്കുമ്പോ എന്റെ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ എന്താവും, ഏകദേശം മനസ്സിലാവുമെന്ന് കരുതിയിട്ടാണ്. ഉമർ റളിയല്ലാഹുവിനോട് സംശയം ചോദിച്ച് സലാം പറഞ്ഞ് അദ്ദേഹത്തിനോട് സംശയം ചോദിച്ചപ്പോ അദ്ദേഹം നല്ല വൃത്തിക്ക് അതിന്റെ മറുപടിയൊക്കെ പറഞ്ഞിട്ട് എന്നാ ശരി കാണാം കേട്ടോ, അസ്സലാമു അലൈക്കും, ഉള്ളിൽ പോയി. അല്ലാഹ് ഇടങ്ങേറായല്ലോ, പ്രതീക്ഷ എല്ലാം കൈവിട്ടു. അങ്ങനെ നിൽക്കുമ്പോ ലാസ്റ്റ് ഇറങ്ങി വരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എന്തായാലും കിട്ടും. അപ്പൊ മൂപ്പരോട് ഇതേ ആയത്തിനെ വീണ്ടും ഇട്ടു. അതെ, ഈ ആയത്തിനെ കുറിച്ച് എന്താ അർത്ഥം, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അപ്പൊ അദ്ദേഹം വീണ്ടും കാര്യമായിട്ട് അതിന്റെ ശറഹും വിശദീകരണവും തഫ്സീറും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൂപ്പർക്ക് ഇവിടെ വിശന്നിട്ട് വയ്യ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് മൂപ്പര് സലാം പറഞ്ഞു പോയി. നോക്കുമ്പോ ദാ വരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബിതങ്ങളെല്ലാം കഴിഞ്ഞോട് വരുമ്പോ കണ്ടപ്പോ തന്നെ അസ്സലാമു അലൈക്കും പറഞ്ഞു. മുഖം കണ്ടപ്പോ തന്നെ മനസ്സിലായി. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ കൈക്ക് പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ആയിഷ, അബൂ ഹുറൈറയ്ക്ക് എന്തോ വലിയ സംശയമുണ്ട്, എന്തെങ്കിലും കഴിക്കാനുണ്ടോ, ഭക്ഷണമുണ്ടോ? ഉണ്ട് നബിയെ, നല്ല പാലിരിപ്പുണ്ട്, ചെറിയൊരു പാത്രത്തിൽ പാലുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അബൂ ഹുറൈറ, നാദി മല്ലഹും ജൂഉം ഫിൽ മസ്ജിദി, പള്ളിയിൽ വിശന്ന് കഴിയുന്ന ആളുകൾ ഉണ്ടാകും, പോയി വിളിച്ചുകൊണ്ട് വരണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ ആരെങ്കിലും ഉണ്ടാകും. തൊട്ടപ്പുറത്താണല്ലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാ നബിയുടെ ഖബർ, തൊട്ട് ചേർന്ന മദീന പള്ളി. അപ്പൊ നീ പോയിട്ട് ആ പള്ളി പോയി നോക്കിക്കേ, ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാവും, ചിലപ്പോ വിശന്നിട്ടുള്ളവർ, അവരെയൊക്കെ വിളിച്ചോണ്ടോ. എന്തിനാ നബി? അല്ല, ഇത് കുടിക്കണ്ടേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സാധാരണ ഭക്ഷണത്തിന് വിളിക്കാൻ പറയുമ്പോ എനിക്ക് വലിയ ആവേശമാണ്, ഫുഡിനൊക്കെ വിളിക്കുമ്പോ ഭയങ്കര ഇതാ. പക്ഷെ അന്ന് എനിക്ക് വലിയ വിഷമം, ആകെ ഒരു ഇച്ചിരി പാലും കൊണ്ട് എല്ലാരും വിളിക്കാനും പറയും, ആകെ ഇടങ്ങേറാവും, ആകെ ടെൻഷനായി. അങ്ങനെ ടെൻഷനായിട്ട് മാനസികമായിട്ട് വിഷമിച്ചിരിക്കുമ്പോ നബിയല്ല എന്തായാലും പറയുന്നത് പോയി വിളിക്കൽ തന്നെ. പള്ളി പോയി വിളിച്ചപ്പോഴോ സുബ്ഹാനല്ലാഹ് 60 പേരാ വന്നത്. എത്ര പേരാ? എല്ലാം വിശന്നിരിക്കുക, എവിടെ പോകുന്നു ഓർത്തിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നെ ഹിക്മത്ത് വാരിച്ച് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ഹിക്മത്തിൽ നിൽക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അകത്തിരുന്നിട്ട് ഖുർആൻ ഓതിയിരിക്കുകയാണ്. നബി വിളിക്കുന്നുണ്ട്, അല്ല ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസം എല്ലാരും ചാടി എഴുന്നേറ്റ് വേഗം പള്ളി വീട്ടിലോട്ട് വന്നു. വീട്ടിന്റെ വാതിക്കൽ എല്ലാരും വന്നിരിക്കാൻ. 60 പേരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാലെടുത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കയ്യിലോട്ട് കൊടുത്തു. ചെറിയൊരു പാത്രമാണ് അബൂ ഹുറൈറ, ചെറിയൊരു പാത്രം. ഞാൻ അതിലേക്ക് നോക്കുമ്പോ എനിക്ക് തന്നെ ഒന്ന് വരിക്കാനേ ഉള്ളൂ സംഭവം. നോക്കിയപ്പോഴത്തേക്കും ഇവരുടെ കയ്യിലോട്ട് കൊടുക്കാൻ പറയാണ്. എന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, നീ എല്ലാവർക്കും കൊടുപ്പിക്കണം കേട്ടോ, എല്ലാവർക്കും നീയാ കൊടുക്കേണ്ടത്. സാഖിൽ ഖൗമി ആഖിറുഹു, കുടിപ്പിക്കുന്നതായ നീയാണ് ഏറ്റവും അവസാനം കുടിക്കേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹി ഏറ്റവും ലാസ്റ്റ് നീ വേണം കുടിക്കാൻ. പാടച്ചവൻ, വലിയ പരീക്ഷണമായി പോയത്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്ത് എല്ലാവർക്കും കുടിപ്പിക്കുക, എല്ലാവർക്കും കുടിപ്പിക്കുക. ഓരോരുത്തർ കുടിച്ചതിന് ശേഷം വീണ്ടും പാത്രം നോക്കുമ്പോ അത് തന്നെ വീണ്ടും കൊടുക്കുന്നു. എല്ലാരും വയറ് നിറച്ചു കുടിച്ചു. ലാസ്റ്റ് എന്നോടും കുടിക്കാൻ പറഞ്ഞു, ഞാനും കുടിച്ചു. ലാസ്റ്റ് പാത്രം നബിയുടെ കയ്യിൽ കൊടുക്കുമ്പോ എങ്ങനായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ ഒരല്പം പോലും കുറഞ്ഞിട്ടില്ല. ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفدي. ഇതൊക്കെയാണ് മൗലിദിലുള്ളത്. നമ്മളെന്താ വരുന്നത്? ചെല്ലാത്തെന്താ? ഇതൊക്കെയാണ് ചെല്ലേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖന്തക്കിന്റെ കിടങ്ങുഴിക്കുന്ന സമയം ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ബുദ്ധിയാണ് നബിതങ്ങൾ നടപ്പിലാക്കുന്നത്. ഹിജറയുടേതാകുന്ന 5ാമത്തെ വർഷമാണ്. ശത്രുക്കൾ ഇതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മദീനയിൽ വന്നുകൊണ്ട് 450 കിലോമീറ്റർ അപ്പുറത്ത് മദീനയിലെത്തി. അള്ളാഹുവിന്റെ റസൂലിനെ സ്വഹാബത്തിനെയും ആക്രമിക്കാൻ തയ്യാറായി വരുമ്പോ യുദ്ധമില്ലാതാക്കി തീർക്കാൻ വേണ്ടി 2 മലകൾക്കിടയിൽ മനോഹരമായ കിടങ്ങ് കുഴിക്കാൻ നബിതങ്ങൾ പറയുന്നു. 2.5 കിലോമീറ്റർ ദൈർഘ്യതയുള്ള കിടങ്ങാണ്. 2.5 കിലോമീറ്റർ നീളത്തില്, 2.5 കിലോമീറ്റർ നീളത്തിൽ ദൈർഘ്യത. ഇവിടെ നമ്മുടെ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡ് വരെ എങ്ങനെ അവിടെ കിടങ്ങുഴിക്കാം.
കിടങ്ങ് 4 മീറ്റർ വീതിയിൽ, അത് 3 മീറ്റർ ആഴത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കുതിര അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിച്ച് ഇപ്പുറത്തോട്ട് വരാൻ പറ്റൂല. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ വിളിച്ചിട്ട് 2 സഹാബത്തിന് വീതം വീതിച്ചു കൊടുത്തു. നീ 10 മീറ്റർ, നിങ്ങൾ 2 പേരും കൂടി കുഴിക്കണം. അങ്ങനെ സ്വഹാബത്തുകൾക്കെല്ലാം വീതിച്ചു കൊടുക്കണം. നിങ്ങളെല്ലാവരും അങ്ങനെ കുഴിക്കണം. പാറയാണ്, പൊട്ടിക്ക പ്രയാസാണ്, ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം നിൽക്കുന്ന സമയമാണ്. എന്തിനാ ഇത്? വലിയ പാറ പൊട്ടിച്ച് കിടങ്ങുണ്ടാക്കാൻ, വലിയ തോട് പോലെ കിടങ്ങുണ്ടാക്കുക. 450 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ശത്രുക്കൾ ഇവിടെ വരെ വന്ന് ഇനിയൊരു യുദ്ധത്തിന് വേണ്ടി അവര് നിൽക്കണ്ട, അവരപ്പുറത്ത് നിന്നിട്ട് ഇങ്ങോട്ട് കടക്കാൻ പറ്റാതായിട്ട് അവിടുന്ന് പൊയ്ക്കോട്ടെ, യുദ്ധത്തിന്റെ പരിപാടി ഒഴിവാക്കുക. ഇതാരുടെ ബുദ്ധിയാണ്? സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞതാ. നബി ഇത് അംഗീകരിച്ചു. ഞാൻ ചുരുക്കുന്നു, ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിടങ്ങൊഴിക്കുന്ന വേളയിൽ എല്ലാവരും വലിയ വിശപ്പിലാണ്. സ്വഹാബത്തെല്ലാം വയറ്റിനുള്ളിലേക്ക് ഓരോ പാറക്കല്ല് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് തുണി വെച്ച് കെട്ടിയിരിക്കുകയാണ്. എന്തിനാ പാറക്കല്ല് കെട്ടുന്നത്? നോമ്പ് പിടിക്കുന്ന സമയത്തുണ്ടാവുമല്ലോ ശരീരം ചൂടാകുക എന്നതുപോലെ വിശപ്പുണ്ടാവുമ്പോൾ ശരീരം ചൂടാകും. തണുപ്പിന് വേണ്ടി പാറക്കല്ല് വെക്കണം. നല്ല പാറ ശരീരത്തോട് ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ ഒരു തണുപ്പുണ്ടാവും. അതുകൊണ്ട് ശരീരം ആശ്വസിക്കട്ടെ, അതിനു വേണ്ടിയിട്ടാണ്. ഇവര് നോക്കുമ്പോ നബിതങ്ങൾ നല്ല റാഹത്തായിരുന്നു വെട്ടുന്നുണ്ട്. പിക്കാസ് വെച്ച് ആഞ്ഞു വെട്ടാൻ നബിക്കൊരു ക്ഷീണവും കാണുന്നില്ല. അപ്പോൾ ഒരു ശക്തമായ കാറ്റിങ്ങനെ അടിച്ചു. ആ അടിച്ച കാറ്റിൽ നബിയുടെ നബിയുടെ മുകളിൽ കിടന്ന കുപ്പായ ഇങ്ങനെ കൊണ്ട് പാറി. നോക്കുമ്പോ 2 കല്ല് ഇടത്തും വലത്തും വെച്ച് കെട്ടിയിരിക്കുക. വിശപ്പിന്റെ അങ്ങേയറ്റത്തിലാണ് നബി നിൽക്കുന്നത്. പക്ഷെ ആരോടും ഒരു പരിഭവം പറയുന്നില്ല. സഹാബത്തിന്റെ കൂടെ കൂടുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ വേഗം വീട്ടിലേക്ക് പോയി എന്റെ ഭാര്യയോട് ചോദിച്ച് ഭക്ഷണം വല്ലതുമുണ്ടോ, അല്പം മാവിരിപ്പുണ്ട്, നബി തങ്ങൾക്ക് വിശക്കുന്നുണ്ട്, നബി തങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നാൽ 2 പേരെയും കൂടി കൂട്ടിക്കോ, ഒരു 3 ആൾക്കുള്ള ഭക്ഷണം റെഡിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു നേരെ ചെന്നുകൊണ്ട് നബി തങ്ങളെ വിളിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഇതാ തങ്ങൾക്കും 2 പേർക്കും ഭക്ഷണം റെഡിയാണ്. നബി തങ്ങൾ ഉടനെ എല്ലാരും വിളിക്കാം, ഫുഡ് റെഡിയാണ്, എല്ലാരും വിളിച്ചു. 10,500 പേരുണ്ട്, എല്ലാരും ഒരുമിച്ച് വിളിക്കാം. ജാബിർ റളിയല്ലാഹു അൻഹു ആകെ ടെൻഷനായി. പള്ളിയിലെ മുസ്ലിയാർക്ക് ചെലവ് കൊടുക്കാന്ന് വരുത്തിയപ്പോ മുസ്ലിയാർ ഒരു 10 മുത്തലിങ്ങളുമായിട്ട് കയറി വന്നായിരുന്നു. വീട്ടുകാർ ചിലപ്പോൾ ടെൻഷൻ അടിക്കും. ഇപ്പൊ പിന്നെ വിഷയമില്ല, ഇപ്പൊ കുഴിമന്തി കൊടുത്തിട്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയാം. പഴയ കാലത്ത് ഇത് വെക്കണ്ടേ. ഇപ്പൊ കൊട്ടടുത്ത് കടകളുണ്ട്. പിന്നെ അൽറാസിയൊക്കെ വരാൻ പോകണം ഇവിടെ വാതിക്കൽ തന്നെ. തീർന്നു. ഇനി മന്തി കൊണ്ട് ആറാടും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പണ്ട് കാലങ്ങളിൽ ഒരാൾ കൂടി ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ ടെൻഷനാണ്. പെണ്ണുങ്ങൾക്ക് ഭയങ്കര ആദ്യമാണ്. ചെലവ് കൊടുത്തിട്ടുള്ളവർക്ക് കേട്ടോ, അല്ലാത്തവർക്ക് ഒരു ടെൻഷനും ഇല്ല. ചെലവ് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് ടെൻഷനാണ്, ഭയങ്കരമായിട്ട് വിഷമമായിരിക്കും. ആകെ ഒരു ടെൻഷനും പ്രയാസവും. പടച്ചവനെ ഇത് തികയോ എന്നുള്ള ടെൻഷനാണ്. ഇത് 1-2 പേരെ അല്ലല്ലോ, 10,500 പേരെ വിളിച്ചോണ്ടാ വരുന്നത്. 3 പേർക്കുള്ള ഫുഡ്. ജാബിർ റളിയല്ലാഹു അൻഹു കുറച്ച് ധൃതിയിൽ ഓടി. നബി തങ്ങൾ പറഞ്ഞേ, നീ അവിടെ ചെന്നിട്ട് നീ വിളമ്പാൻ നിൽക്കണ്ട, വിളമ്പിയൊന്നും വെക്കണ്ട, ഞാൻ കൂടെ വന്നോളാം, ഞാൻ വന്നിട്ട് ഞാൻ വിളമ്പിക്കോളാം. ജാബിർ റളിയല്ലാഹു അൻഹു നേരെ അവിടെ വരുന്നു, ഭാര്യയോട് വിഷയം പറയുന്നു. ഭാര്യ പറഞ്ഞു, നബിയോട് പറഞ്ഞിരുന്നോ 3 പേർക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞിരുന്നു? അതൊക്കെ പറഞ്ഞു. അതിന് ടെൻഷൻ ഒന്നും അടിക്കണ്ട, നബി തങ്ങൾ അത് കൈകാര്യം ചെയ്യും. മാഷാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. കറിയും ഭക്ഷണവും പത്തിരിയും വെച്ചു കൊടുക്കുന്നു. നബി തങ്ങൾ തന്റെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഉമിനീര് കൊണ്ട് അതിലേക്ക് പുരട്ടി കൊടുക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം ഇങ്ങനെ വിതരണം ചെയ്യുന്നു. മാഷാ അല്ലാഹ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എല്ലാവർക്കും തികഞ്ഞു, ഒരാൾക്ക് പോലും കിട്ടാതില്ല. മുഴുവൻ ആളുകളും നല്ല റാഹത്തായി ഭക്ഷണം കഴിച്ചു, എല്ലാവരും സന്തോഷിച്ചു. അവസാന പാത്രത്തിനുള്ളിലേക്ക് നോക്കുമ്പോ ഞാൻ കഴിച്ചതിന് ശേഷവും ബാക്കിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അതേപോലെ ബാക്കി. അതാണ് വമിനൽ യസീരി സഖാവ അത്അമ ജൈശഹു ഹത്ത തഫവ യസീറുഹു ലം യംഫദി. ഒരല്പം പോലും കുറഞ്ഞു പോയിട്ടില്ല. നമ്മൾ നബിയെ നല്ലതുപോലെ മനസ്സിലാക്കണം. അതുകൊണ്ട് മൗലിദ് ഓതുന്ന വിഷയത്തിലൊന്നും ഒരു വിമുഖതയും കാണിക്കണ്ട. താല്പര്യക്കുറവ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ഈമാൻ കുറയുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
കാരണം നമ്മളിപ്പോ ഇന്നത്തെ ഒരു ദിവസത്തെ ലൈവ് മാത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളി. ഇവിടെ വന്നവരെയും വരാത്തവരെയൊക്കെ നമ്മൾ പുകഴ്ത്തുകയാണ്. രാഷ്ട്രീയക്കാരെ അല്ലാത്തവരൊക്കെ പുകഴ്ത്തുന്നുണ്ടല്ലോ. നബിയെ പുകഴ്ത്താൻ നമുക്ക് മടിയെങ്കിൽ അതിനേക്കാൾ വലിയ മുനാഫിക്ക് ലോകത്തില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. രാഷ്ട്രീയക്കാരെയും സാമുദായിക നേതാക്കളെ എല്ലാവരെയും പുകഴ്ത്തുന്നുണ്ട്, ഉസ്താദുമാരെ പുകഴ്ത്തുന്നു, എല്ലാവരും അവരങ്ങനെയാണ്, അവർ കണ്ണിൽ ഉണ്ണിയാണ്, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നബിയെ പുകഴ്ത്തി ഒരൊറ്റ വാക്ക് പറയാൻ മേലെങ്കിൽ പിന്നെ നീ എന്ത് മൂമിനാ? നബിയെ പുകഴ്ത്തലാണ് മദ്ഹ്, മറ്റൊന്നുമല്ല. നബിയെ പുകഴ്ത്തിയില്ലെങ്കിൽ പിന്നെന്ത്? നിന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളും കാരണം അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രവാചകരെ പ്രകീർത്തിക്കുന്ന സദസ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ കയറിയിരുന്നോ, 10 മിനിറ്റ് ഇരുന്നോളിൽ, അതിലൊന്നും മടിക്കണ്ട. ഈ 12 ദിവസം വരെ നമ്മുടെ നാട്ടിലേക്കുള്ളൂ. മലബാറിലൊക്കെയാണ് 30 ദിവസം വരെ മൗലിദാൻ പാരായണം, നബിതങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങളാണ്. അത്തരത്തിലുള്ള നല്ല സദസ്സുകൾ ഒരമണിക്കൂർ ഇരിക്കലുകൊണ്ട് നമുക്ക് ആത്മീയമായ ഉന്മേഷമുണ്ടാകും, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങും, സാമ്പത്തികമാകുന്ന ഭദ്രതയുണ്ടാകും, എല്ലാ കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിൽ നിന്ന് കാവൽ കിട്ടും, അസൂയാലുക്കളുടെ അസൂയിൽ നിന്ന് സംരക്ഷണം കിട്ടും, സർവോപരി ആഖിബത്ത് നന്നാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൃഷ്ടി വൈഭവത്തിന്റെ വിഷയത്തിലായിരുന്നാലും സ്വഭാവ മഹിമയുടെ വിശേഷണത്തിനായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ അമ്പിയാക്കളെക്കാളും മേളിലാണ്. വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമീ. ആ പ്രവാചകരോട് അടുത്ത് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം അറിവുള്ളതായ മറ്റൊരു പ്രവാചകന്മാർ തന്നെ ഉണ്ടായിരുന്നില്ല. ആ പ്രവാചകരോളം മഹത്വമുള്ളതായ പുരുഷയുള്ള ഒരു പ്രവാചകനും ഈ ലോകത്ത് ഉദയം ചെയ്തിട്ടില്ല എന്ന് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്ത് പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. നബി തങ്ങളെ മദ്ഹ് ചെയ്യേണ്ട സമയവും സന്ദർഭവുമാണിത്. അതിന് പ്രത്യേകമായൊരു സമയത്ത് മാത്രം ക്രമീകരിക്കല്ല, എപ്പോഴും ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501ാമത്തെ ജന്മദിനമാണ് ഈ വർഷം റബീഉൽ അവ്വൽ 12-ന് വിപുലമായ രീതിയിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസിനികൾ കൊണ്ടാടുന്നത്. അത് ഇസ്ലാമികപരമായ രീതിയിൽ, ആത്മീയപരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ പറ്റുന്ന നിലയ്ക്കായിരിക്കണം ആ ആഘോഷ പൊലിമകൾ. അനിസ്ലാമികങ്ങൾ കടന്നുകൂടാൻ പാടില്ല. വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ബാൻഡ് മേളകൾ കൊണ്ടുവന്ന് രാത്രി സമയത്ത് വണ്ടികളെല്ലാം സ്പീക്കറെല്ലാം കൂടി വെച്ച് ലൈറ്റുകളും വലിയ ഒച്ചപ്പാടുകളും ഉണ്ടാക്കി നാട്ടുകാർക്കും വീട്ടുകാർക്കും പരിസരവാസികൾക്കും ഒക്കെ ഉറക്കം കെടുത്ത നിലയ്ക്ക് DJ പാട്ടുകൾ ഇട്ടുകൊണ്ടുള്ളതായ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ശൈലി അത് ഇസ്ലാമിന്റെ മക്കൾക്ക് ചേർന്നതല്ല. അത് പരിശുദ്ധ പ്രവാചകരുടെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ടായിരുന്നാൽ പോലും അത് നടത്താൻ പാടില്ല. അല്ലാത്ത സമയത്തും പാടില്ല, അതിന്റെ പേരിലും പാടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് ചെയ്യുന്നത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ഇസ്ലാമികപരമായി ആഘോഷിക്കുന്നവരെ എതിർക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന കാരുണ്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക നമുക്ക് കാണിച്ചു തന്ന മഹാമനീഷിയെ ലോകം മുഴുവനും സ്മരിക്കുന്നതിനോടൊപ്പം നമ്മളും സ്മരിക്കൽ അനിവാര്യമാണ്. എന്തിനു വേണ്ടി? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. നമുക്ക് ദുനിയാവും രക്ഷ കിട്ടും, ആഖിറവും സന്തോഷകരമാകും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവാണ് എല്ലാ അമ്പിയാക്കളും പ്രതീക്ഷിച്ചത്. പരിശുദ്ധമായ കഅബാലയം പടുത്തുയർത്തുമ്പോ വൈദ യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിച്ചതിന് പ്രകാരം പരിശുദ്ധമായ കഅബാലയം തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനോടൊപ്പം ചേർന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനോഹരമായി പൂർത്തീകരിക്കുകയാണ്. ലോകത്താദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ചതായ ഗേഹമല്ലയോ പരിശുദ്ധമായ കഅബ. ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൽ ലിൽ ആലമീൻ വഹുദൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവൻ
മുഴുവനും സൻകാർഗത്തിന്റെ ദീപം തെളിക്കുന്നതായ മനോഹരമായ ഒരു പള്ളിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിക്കുകയാണ്. മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പള്ളിയുടെ പണി പുനരുദ്ധാരണം നടത്തുകയാണ്. നമ്മളിപ്പോ ഇന്ന് കരുനാഗപ്പള്ളി നവീകരിച്ചതിന്റെ സന്തോഷത്തിലാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ആരെല്ലാം അതിനുവേണ്ടി സഹായിച്ചവരുണ്ടോ? സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, നാട്ടിലുള്ളവർ, പ്രവാസികൾ, ഏതെല്ലാം നിലക്ക് സഹായിച്ചവരുണ്ടോ അവർക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നസീബാക്കുമാറാവട്ടെ. എന്നാൽ അറിയണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ല കഅബ ആദ്യം പണിതത്. അത് അദ്ദേഹം നവീകരണം നടത്തുകയായിരുന്നു. നമ്മൾ നടത്തിയതുപോലെ പുതുക്കി പണിതതാണ്. മറിച്ച് ആദ്യമായി കഅബാലയം പണിയുന്നത് മലായിക്കത്തുകളാണ്. കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. മാലാക ആദം ശീസ് ഇബ്രാഹിമുമാ അമാലികും ജുറുഹും ഖുസൈ ഖുറൈശുമാ അബ്ദുള്ള ഹജ്ജാജും മുറാദു ഫമാനിയും അവസാനമായി ഫഹദാണ് ആല് സഊദിയും. പരിശുദ്ധമായ കഅബാലയം ആദ്യമായതിന് ഫൗണ്ടേഷൻ ഇട്ടത് അള്ളാഹുവിന്റെ മലക്കുകളാണ്. ആ മലക്കുകൾ ഇട്ട ഫൗണ്ടേഷന്റെ മുകളിലാണ് മഹാനാകുന്ന ആദം നബി അലൈഹിസ്സലാം കഅബ പണിയുന്നത്. ആദം നബി അലൈഹിസ്സലാമിന് ശേഷം വീണ്ടും അത് പുതുക്കപ്പെടുന്നു സയ്യിദുനാ ശീസ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലോകം മുഴുവനും വന്നതായ ജലപ്രളയത്താൽ കഅബാലയം നാമാവശേഷമാവുകയാണ്. ആ കഅബയുടെ ഫൗണ്ടേഷൻ കണ്ടെടുത്ത് വീണ്ടും ഒരു പുനരുദ്ധാരണത്തിന് അല്ലാഹു ഓർഡർ കൊടുക്കുന്നു. അതാണ് പണിയാൻ വന്നത് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി പണിയുന്നതിന് മുമ്പ് ഇവിടെ ആര് പണിതിട്ടുണ്ട്? മലക്കുകൾ ഫൗണ്ടേഷൻ ഇട്ടതിന്റെ മുകളിൽ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം. ഈ ആദം നബി അലൈഹിസ്സലാം തന്നെ കഅബ പണിത് 40 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പള്ളി പണിതു. ഏതാ? ബൈത്തുൽ മുഖദ്ദസിന് തുടക്കമിട്ടു എന്നാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ തുടക്കം നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയം പണിതതിനു ശേഷം രണ്ടാമതായി പണിതതായ ബൈത്തുൽ മുഖദ്ദസിനെയും ആ കഅബാലയം പണിയുന്നതിനും ഇടയിൽ എത്ര വർഷമുണ്ടായിരുന്നു റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 40 സനത, 40 വർഷമാണ്. 40 കൊല്ലങ്ങൾക്ക് ശേഷമാണ് കഅബാലയത്തിന് ശേഷം പിന്നീട് ആദം നബി അലൈഹിസ്സലാം ഫലസ്തീനിന്റെ മണ്ണിൽ ബൈത്തുൽ മുഖദ്ദസിന് തുടക്കം കുറിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളി പണിയുന്നതിന്റെ തുടക്കങ്ങളാണ് ഇപ്പൊ പറയുന്നത്. ആദ്യതായിരുന്നു കഅബാലയം. 40 വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഏത് പണിതു? ബൈത്തുൽ മുഖദ്ദസ്. പിന്നെ ആ പള്ളി പുതുക്കി പണിതു. ആ പള്ളിയുടെ ഫൗണ്ടേഷൻ കണ്ടെടുത്തിട്ട് അത് നല്ല മനോഹരമാക്കി പണിയാൻ അള്ളാഹു ഏൽപ്പിച്ചത് ആരെയാ? സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടും മാരകമാകുന്ന പ്രയാസങ്ങളും പ്ലേഗ് പോലെയുള്ള ഒരു രോഗം അവരുടെ നാട്ടിൽ പടർന്ന് പന്തലിച്ചപ്പോ ഫലസ്തീനിലെ മക്കൾ വിഷമിച്ച് ദുഃഖത്തോടുകൂടി വന്ന് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെ ചാരത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇതിനെന്തെങ്കിലും ഒന്ന് തടയണമെന്ന് പറഞ്ഞപ്പോ ആളുകൾ ദിനം ദിനം മരിച്ചു വീഴുന്നത് കണ്ട ദാവൂദ് നബി അലൈഹിസ്സലാം പടച്ചറബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്താണ് ഇതിന് പ്രതിവിധി? അപ്പൊ അള്ളാഹു പറഞ്ഞതാണ്, ഈ നാട്ടിൽ വിപത്ത് നീങ്ങണമെങ്കിൽ നല്ല ഒരു പള്ളി പണിയണം. നിങ്ങൾ ആലോചിക്കണേ, അതിന് സ്ഥലം കണ്ടുകൊടുത്തത് എവിടെ? ആദം നബി അലൈഹിസ്സലാം പണ്ട് കഅബാലയം പണിത് 40 വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ടവർ പണിത ഫൗണ്ടേഷൻ ഇട്ട ആ സ്ഥലം തഅയീൻ ചെയ്തു കൊടുത്തു. അവിടെ തന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ പണി തുടങ്ങി സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. എന്നാൽ അറിയണം, ആ പള്ളി പണിത് ഒരാൾ പൊക്കത്തിലേക്ക് പള്ളിയുടെ പണി ഫൗണ്ടേഷൻ ഇങ്ങോട്ട് എത്തി, മതിലുകളൊക്കെ പണിതു, സൈഡ് വാളൊക്കെ കെട്ടി വന്നപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം വഫാത്തായി. ഒരു വഫാത്തായി.
ആ പള്ളി അവിടെ വെച്ച് സ്റ്റോപ്പായി. ഇനി ആര് പണിയും? ഇനി ആരാണ് ഈ പള്ളി പുതുക്കി മനോഹരമായി പണിയുന്നത്? ബൈത്തുൽ മുഖദ്ദസിന്റെ പണി പിന്നീട് പൂർത്തീകരിച്ചത് ആരാണ്? അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആളെ സെലക്ട് ചെയ്യുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സോളമൻ എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായ ലോകം മുഴുവനും അടക്കി ഭരിച്ചതായ 4 ചക്രവർത്തിമാരിൽ പ്രമുഖനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ബൈത്തുൽ മുഖദ്ദസ് മനോഹരമായി നിർമ്മിക്കുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ പള്ളി പൂർത്തീകരിച്ചിട്ട് അതിനുള്ളിൽ കയറിയിരുന്നിട്ട് ദുആ ചെയ്യുന്നു. നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് ദുആ ഇരക്കുന്നു. അല്ലാഹ്, ഈ പള്ളിയിലേക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഏതൊരു വ്യക്തി വരുന്നുവോ, ഈ പള്ളിയുടെ അകത്തളത്തിൽ നമസ്കരിക്കുന്നുവോ, അവന്റെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ഇരക്കുകയാണ്. ആ പള്ളിക്കുള്ളിൽ കയറിയിട്ട് നിസ്കരിച്ചിട്ട് ദുആയിരുന്നു, പടച്ച റബ്ബേ, ഇവിടെ ആരൊരുവൻ ഇതേപോലെ നിയ്യത്ത് വെച്ച് ഈ ബൈത്തുൽ മുഖദ്ദസ് ലക്ഷ്യം വെച്ച് വന്ന് നിസ്കരിക്കുന്നു, അവന്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബൈത്തുൽ മുഖദ്ദസ് ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഏതൊരു മുസ്ലിം ഉണ്ടോ, ആ പള്ളിയിലെത്തിക്കൊണ്ട് നമസ്കരിക്കുന്നവരുണ്ടോ, ഇല്ലാ ഗുഫിറ ലഹു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചതാണ്. അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് അവിടെ പോകാനും നിസ്കരിക്കാനും തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല നബിതങ്ങൾ ഓഫർ കൊടുക്കുന്നു, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും ഒഴിച്ച് ആരെങ്കിലും ഈ പള്ളിയിൽ ബൈത്തുൽ മുഖദ്ദസിൽ വന്നുകൊണ്ട് ആരൊരുവൻ നമസ്കാരം നിർവഹിച്ചുവോ, ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ തത്തുല്യ പ്രതിഫലം ലഭിക്കുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ 1000 റക്അത്തിന്റെ പുണ്യം. പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മിച്ചതാണ്. എന്തിനാണ് പറയുന്നത്? അമ്പിയാക്കളുടെ കരസ്പർശം കൊണ്ടാണ് ശ്രേഷ്ഠമായ പള്ളികളൊക്കെ പണിതിട്ടുള്ളത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പള്ളികൾ 3 ഒന്ന് മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ കഅബാലയം, രണ്ടാമത്തത് മസ്ജിദുൻ നബവി മദീന പള്ളി, മൂന്നാമത്തത് ഇപ്പോൾ ചർച്ച ചെയ്ത മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളികളാണ് ഏറ്റവും മഹത്വം. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ. 3 പള്ളികളിലേക്ക് നിങ്ങൾ യാത്ര പോകൽ തന്നെ ഏറ്റവും പുണ്യമാണ്. നിയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ യാത്ര പോകൽ പുണ്യമുള്ളതായ പള്ളികൾ ഈ 3. അല്ലാഹു പോകാനും അവിടെയൊക്കെ ഇബാദത്ത് എടുക്കാനും തൗഫീഖ് നൽകട്ടെ. ഈ പള്ളികളില്ലാത്ത മറ്റു പള്ളികളൊക്കെ ഒന്നാണ്, സമമാണ്. ജുമുഅയ്ക്ക് കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതായ ജുമുഅത്ത് പള്ളികൾ ശ്രേഷ്ഠതയുള്ളതാണ്. ഫിഖ്ഹിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്, നിസ്കാര പള്ളിയാണോ ജുമുഅത്ത് പള്ളിയാണോ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്? ജുമുഅയുള്ള പള്ളികളിലാണ് ജമാഅത്തിന് ഏറ്റവും ശ്രേഷ്ഠത. ഇഅ്തികാഫിനും പുണ്യം ഏറ്റവും നല്ലത് ഏതാ? ജമാഅത്തിന് ശ്രേഷ്ഠതയുള്ളതാ ജുമുഅയുള്ളതാകുന്ന പള്ളികളാണ്. ശരിക്കും മനസ്സിലാക്കണം. ചെറിയ ചെറിയ നിസ്കാര പള്ളികൾ, തൈക്കാവുകൾ, അതിനേക്കാളൊക്കെ ഏറ്റവും പുണ്യമാണ് ഇത്. കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതായ ജുമുഅയുള്ള പള്ളികൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠത. ഇന്ന് നമ്മുടെ തലമുറകൾ ഈ ശ്രേഷ്ഠതകളൊക്കെ മറന്നു. വീടിന്റെ അടുത്തൊരു ചെറിയ പള്ളി ഉണ്ടെങ്കിൽ അല്ലാഹ് അതിനകത്തോട്ട് കയറി അങ്ങ് സുജൂദ് ചെയ്ത് ഒതുങ്ങുന്ന ശീലം, ജുമുഅ എത്രയും പെട്ടെന്ന് അവിടെ അങ്ങ് തുടങ്ങി അതിന്റെ പിന്നിൽ തന്നെ കൂടുന്ന ശീലമായി നമ്മുടെ തലമുറ മാറി. അങ്ങനല്ല, പഴയ കാലം മുതലൊക്കെ ചെയ്തു വരുന്ന അമൽ ജുമുഅയുള്ള പള്ളികളിലേക്ക് വരാനും നിസ്കരിക്കാനും താല്പര്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. പരമാവധി ചെറിയ ചെറിയതാകുന്ന നിസ്കാര പള്ളികൾ ജുമുഅ തുടങ്ങരുത്. തുടങ്ങി കുടുങ്ങിയ പിന്നെ പണിയാണ്. ഈ ഹരിപ്പാടിന് ഇങ്ങോട്ട് വന്നപ്പോ മുമ്പ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു റോഡിന്റെ സൈഡിൽ. പേര് തന്നെ എന്താണ്? തുടങ്ങി കുടുങ്ങിയെന്ന്. ഹോട്ടലിന്റെ പേരാണ്. അങ്ങനെ ആ ഹോട്ടലിന്റെ പേര് കേട്ടോണ്ട് പലരും കയറും. തുടങ്ങി കുടുങ്ങി എന്നാണ് ഹോട്ടലിന്റെ പേര് തന്നെ. ഇപ്പൊ അതുണ്ടോന്ന് അറിഞ്ഞില്ല. മുമ്പ് ഞാൻ വഴിസൈഡിൽ വരുമ്പോ ശ്രദ്ധിച്ച ഒരു ബോർഡാണത്, ഹോട്ടൽ തുടങ്ങി കുടുങ്ങി. അങ്ങനെയാണ്.
ഏതോ പ്രവാസിയായിരിക്കും, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാനിത് പറയുന്നത് എന്താണ്, ചില പള്ളികളിലൊക്കെ ജുമായ്ക്ക് തുടങ്ങും, 40 ആളുകളില്ല, പിന്നീട് പ്രയാസമാണ്. അങ്ങനെ ആകാൻ പാടില്ല. വലിയ വലിയ ജുമാഅത്തുകളെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാൻ പാടില്ല. ആ ജുമാഅയുടെ മനോഹാരിത നഷ്ടപ്പെടുത്തുന്ന, എല്ലാവരും ഒന്നിച്ചുകൊണ്ട് വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാളിന്റെ സുദിനമാണ് ജുമാ ദിവസം. എല്ലാവരും ഒരുമിച്ച് വളരെ റാഹത്തായി ഒരു ഇമാമിന്റെ പിന്നിൽ അണിനിരന്ന് നമസ്കാരം നിർവഹിക്കുന്നു. മരണപ്പെട്ട് കിടക്കുന്ന വാപ്പ ഉമ്മ ഖബറിന്റെ സമീപത്തുള്ളവർ സലാം പറയും, ദുആ ചെയ്യും. വലിയ ശ്രേഷ്ഠതയല്ലേ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സാറ ഖബറ അബവൈഹി ഫി യൗമിൽ ജുമുഅ അല്ലാഹു ലഹു ഗുഫിറ ലഹു. ആരെങ്കിലും വാപ്പയുടെ ഉമ്മയുടെ ഖബർ വെള്ളിയാഴ്ച ദിവസം സന്ദർശിക്കുന്നുണ്ടോ, മൻ സാറ ഖബറ അബവൈഹി ഫി യൗമിൽ ജുമുഅ ഗുഫിറ ലഹു. വെള്ളിയാഴ്ച ദിവസം വാപ്പയുടെ ഖബർ ഉമ്മയുടെ ഖബർ സന്ദർശിക്കുന്നവരെ ജുമുഅയ്ക്ക് വരുമ്പോ വാപ്പയെ പോയി കണ്ടുകൊണ്ട് സലാം പറയുന്നതായ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയുടെ സമിതത്തിൽ പോയി സലാം പറയുന്നതായ ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു പാപങ്ങൾ പൊറുക്ക് നൽകാൻ അത് കാരണമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ അത് മുടക്കാൻ പാടില്ല. അതൊക്കെ കിട്ടണമെങ്കിൽ വാപ്പായും ഉമ്മ അടക്കിയിരിക്കുന്ന ആ ജുമാഅത്ത് പള്ളിയിൽ തന്നെ വരണം നമസ്കാരത്തിന്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ സാന്ദർഭമായി ഉണർത്തിയതാണ്. നമ്മളൊരു യാത്ര പോയി, അപ്പൊ നമസ്കാരത്തിന് മറ്റൊരു പള്ളി തേടി, അതല്ല. നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ പരമാവധി ജുമാഅത്ത് പള്ളികളിൽ തന്നെ ജമാഅത്ത് ശ്രദ്ധിക്കണം. ശ്രേഷ്ഠത അതിനാണ്, കൂടുതൽ ശ്രേഷ്ഠത. ഇഅ്തികാഫും അങ്ങനെ തന്നെയാണ്. ഇത് ഷാഫി മദ്ഹബിന്റെ അധികാ ഗ്രന്ഥങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയ വിഷയമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാം മക്കത്തെ പള്ളി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കരസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ആ പുണ്യമാക്കപ്പെട്ടതാകുന്ന പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠത അവിടെ ഒറ്റ റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടും. ഈ ഹദീസ് വിശദീകരിച്ച് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ മഹാനാകുന്ന ഷാഫി ഇമാമിന്റെ അനുയായികളിൽപ്പെട്ട മഹാനാകുന്ന ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തുന്നു. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, 10,000 കോടി റക്അത്തിന്റെ പ്രതിഫലം കിട്ടും ഒരു റക്അത്ത് നിസ്കരിച്ചാൽ. എവിടെ? പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് മസ്ജിദുൽ ഹറാമിൽ പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ചാൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര കിട്ടും? ഒരു റക്അത്തിന് 10,000 കോടി റക്അത്ത് പുണ്യം. ഒക്കെ തുഹഫയിലുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്, അല്ല എന്റെ കയ്യിൽ നിട്ടതല്ല. തുഹഫയിൽ ബഹുമാനപ്പെട്ടവർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണിതതാണല്ലോ മസ്ജിദുൻ നബവി മദീന പള്ളിയിൽ. സഫർ 27-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഹിജറ തുടങ്ങുന്നത്. റബീഉൽ അവ്വലിന് മുമ്പ് സഫർ 27 ഒരു വ്യാഴാഴ്ച ദിവസം നബി തങ്ങൾ യാത്ര തുടങ്ങുകയാണ്. മക്കയിൽ നിന്ന് ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ മദീനയിലേക്ക് യാത്ര പോകാൻ ഒരുങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. വീട്ടിൽ എങ്ങനെയാ സംഭവം? പുതപ്പെട്ട് കിടക്കുന്ന പ്രവാചകർ എഴുന്നേറ്റ് നോക്കുമ്പോ വീട് ഫുള്ള് വളർന്നിരിക്കുന്നു ശത്രുക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മരുമകനാകുന്ന അലിയാരിതങ്ങള് താൻ കിടക്കുന്നതായ കിടക്കയിൽ കിടത്തി പുതപ്പിട്ട് മൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തിറങ്ങാൻ തുനിയുന്നു. ചുറ്റുമതാ ശത്രുക്കൾ ഉരിപ്പിടിച്ച വാളുകളുമായി പ്രവാചകനെ കൊല്ലാൻ കാത്തു നിൽക്കുകയാണ്. നബി തങ്ങൾ അല്പം മണ്ണെടുക്കുന്നു, കയ്യിൽ പിടിക്കുന്നു, പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ ആയത്ത് ഓതുന്നു. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. യായത്ത് ഓതിക്കൊണ്ട് പ്രവാചകർ പുറത്തേക്ക് എറിയുന്നു. അല്ലാഹ് പറയുന്നു, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നബിയേ
അന്ന് ശത്രുക്കളുടെ കണ്ണിലേക്ക് തങ്ങൾ എറിഞ്ഞതായ ആ പൊടിപടലമില്ലയോ, ആ മണൽത്തരികൾ ചെന്നുകൊണ്ട് ശത്രുക്കളുടെ കണ്ണിലേക്ക് വീഴുകയാണ്. തങ്ങളല്ല അന്ന് എറിഞ്ഞത്, അള്ളാഹു നൽകിയ ശക്തിയോടുകൂടി ആ ശത്രുക്കളുടെ കണ്ണിൽ മുഴുവനും എത്തിച്ചേരുകയാണ്. എല്ലാവരും കണ്ണൊന്ന് തിരുമ്മി തിറുക്കേണ്ട താമസം. അള്ളാഹുവിന്റെ റസൂൽ അവർക്കിടയിലൂടെ സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശത്രുക്കൾ അവരെ കാണുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുസ്മേരവദനായി നേരെ പോകുന്നു. അടുത്തുള്ള വീടാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുന്നു. ഇന്ന് നിങ്ങൾ ക്ലോക്ക് ടവറിന്റെ പരിസരത്ത് നിങ്ങൾക്ക് കാണാം, തൊട്ടിപ്പുറത്തുള്ളതാകുന്ന ബിൽഡിങ്ങിൽ 4ാമത്തെ നിലയിലായി മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അതിന്റെ താഴ്ഭാഗത്താണ് അന്ന് ആര് താമസിച്ചിരുന്നത്? ആ ബിൽഡിങ്ങിന്റെ ഭാഗത്തായിരുന്നു ആര് താമസിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ ആ വീടിന്റെ ഓർമ്മയ്ക്കായി ഇന്നോടെ ഒരു പള്ളിയുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതുമായിക്കോട്ടെ, ആ വീട് നിന്നതായ സ്ഥലത്തേക്ക് നബി പോകുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിക്കുന്നു. രണ്ടുപേരുമായി യാത്ര തുടങ്ങുകയാണ്, ഹിജറയുടെ യാത്ര. എന്നാ തുടങ്ങുന്നത് സഫർ 27. ശരിക്കും ശ്രദ്ധിക്കണേ, ഞാൻ എന്തിനാ ഈ പറയുന്നത്? ഈ ചരിത്രത്തിന്റെ അവസാനമാണ് മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം പറയുന്നത്. നേരെ പോകുന്നു, രണ്ടുപേരും ഗാറു സൗറിലേക്ക് പോവാൻ. ഗാറു സൗർ 3 ദിവസം ആ ഗുഹയിൽ താമസിച്ചു. ഗാറു സൗറാണോ ഏറ്റവും മഹത്വമുള്ള ഗുഹ, ഗാറു ഹിറാ ആണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയിൽ. ഗാറു ഹിറാ ആണ് എന്നാണ് പണ്ഡിതപക്ഷം. കാരണം കൂടുതൽ ദിവസങ്ങളോളം താമസിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ്? ഗാറു ഹിറായിലാണ്. ഖുർആൻ അവതരിച്ചതാകുന്ന മലയാണ്. ഒന്ന് കിഴക്കാണ്, മറ്റൊന്ന് തെക്കാണ്. വടക്കാണ്, മറ്റൊന്ന് തെക്കാണ്. രണ്ടും മാറിയാണ്. കാബയുടെ തെക്ക് വടക്കായിട്ടാണുള്ളത്. പരിശുദ്ധമായ ഗാറു സൗറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി 3 ദിവസം അവിടെ താമസിച്ചു. ഞാൻ ചുരുക്കി പറയാം. സഫർ 27 പോകുന്നത്. 27, 28, 29 പൂർത്തിയായി. റബീഉൽ അവ്വലിന്റെ 1 പിറ കണ്ടു. തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച രാത്രിയിലാണ് പോക്ക്. വെള്ളി, ശനി, ഞായർ, മാഷാ അല്ലാഹ്, തിങ്കളാഴ്ച രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നു മദീനയിലേക്ക്. 450 കിലോമീറ്റർ ഡെസേർട്ടിലൂടെ, മരുഭൂമിയിലൂടെ യാത്ര പോവാൻ. റബീഉൽ അവ്വൽ 1 യാത്ര തുടങ്ങുന്നത്. ദിവസം ഏതാ? തിങ്കളാണ്. 8 ദിവസം എടുത്തു എവിടെ എത്താൻ? മദീനയിലെത്താൻ. മദീനയിൽ നേരെ ചെല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതാകുന്ന സ്ഥലമാണ് കുൽസും ബിൻ ഹദ്മ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടുമുറ്റത്താണ് നബി തങ്ങളുടെ ഒട്ടകം ആദ്യമായി മുട്ടുകുത്തുന്നത്. അത് മദീന പള്ളിയുടെ പരിസരത്തല്ല. അവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഇങ്ങോട്ട് മാറി മസ്ജിദ് ഖുബാ പള്ളിയുടെ ഖിബിലയുടെ ഭാഗത്തായി നിങ്ങൾ പോയി നോക്കിയാൽ ഇന്ന് ഒരു ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലായി നല്ല ഒരു ബോർഡ് അടയാളം ചെയ്തു വെച്ചിട്ടുണ്ട്. കുൽസും ബിൻ ഹദ്മ റളിയല്ലാഹു എന്ന സ്വഹാബിയുടെ വീട് നിന്ന സ്ഥലമാണിത്. ഇനി നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം. മദീനയിൽ പോകുമ്പോൾ പേരാണ് ഈ പറഞ്ഞത്. ഹജ്ജിനും ഉംറയ്ക്കും പോയവരൊന്ന് കൈവർത്തേക്ക് എത്ര പേര് പോയിട്ട് നോക്കട്ടെ. മാഷാ അല്ലാഹ്, അള്ളാഹു നമുക്കൊക്കെ ഇനിയും പോകാൻ തൗഫീഖ് നൽകട്ടെ. പോകാത്തവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ വർഷമൊക്കെ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്തവരുണ്ട്, അള്ളാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. ഈ കുൽസും ബിൻ ഹദ്മ റളിയല്ലാഹു അൻഹു വീട്ടുമുറ്റത്താണ് ആദ്യം വന്ന് ഒട്ടകം വന്ന് മുട്ടുകുത്തുന്നത്. അപ്പൊ തിങ്കളാഴ്ച തുടങ്ങിയ യാത്ര, റബീഉൽ അവ്വൽ 1 തുടങ്ങിയ യാത്ര, അടുത്ത തിങ്കൾ 8 റബീഉൽ അവ്വൽ 8 അവിടെ വന്ന് ഒട്ടകം മുട്ടുകുത്തി. അവിടെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പള്ളി വേണം. നോക്കൂ നിങ്ങൾ, നബി ഇവിടുന്ന് ഇത്രയും യാത്ര ചെയ്ത് അവിടെ എത്തിയപ്പോൾ തന്നെ അവരാവശ്യം ഉന്നയിച്ചതും നബി താല്പര്യം വെച്ചതും അതാണ്. എന്നാ വേഗം ഒരു വീട് വെക്കുക ആണോ? അല്ല, ഒരു പള്ളിക്കുള്ള പ്രാധാന്യം ഇപ്പൊ ഈ പറയുന്നത്. ഒരു നാട്ടിൽ ഒരു പള്ളിക്കുള്ള പ്രാധാന്യം എത്ര വലുതാണ്. ആദ്യമായി നബി തങ്ങൾ മദീനയിൽ എത്തിയിട്ട് നബി തങ്ങൾ കല്ലിടുക. അതിന് തൊട്ട് മുകളിൽ കല്ല് വെച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എല്ലാവരും കല്ലിട്ടു. ആ പള്ളിയാണ് മസ്ജിദ് ഖുബാ. പിന്നീട് ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട മദീന, മക്ക പള്ളി പോലെ തന്നെ അറബിയിൽ ഏറ്റവും കൂടുതൽ, അറബികൾക്കിടയിൽ ഏറ്റവും പ്രസിദ്ധമായ വളരെ ശ്രേഷ്ഠതയുള്ള പള്ളിയാണ് ഏത്? മസ്ജിദ് ഖുബാ. ഇന്നും മദീന സിയാറത്തിൽ ആ ഖുബാ പള്ളിയിൽ പോകാത്ത വിശ്വാസികളില്ല. അള്ളാഹു നമുക്ക് പോകാൻ തൗഫീഖ് നൽകട്ടെ.
നബി തങ്ങൾ അവിടെ 4 ദിവസം താമസിച്ചു. തിങ്കൾ മുതലാണ് നിൽക്കുന്നത്. അപ്പൊ റബീഉൽ അവ്വൽ 1 തുടങ്ങി, റബീഉൽ അവ്വൽ 8 അവിടെ എത്തി. അവിടെ നിന്നു 4 ദിവസം കൊണ്ട് പള്ളി ഒരു പരിവായി. പള്ളി പണി നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നു തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസം. 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഏതായി? റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച ദിവസം. ശരിക്കും ശ്രദ്ധിക്കണേ, ചരിത്രമാണ് ഈ പറയുന്നത്, നല്ലപോലെ ശ്രദ്ധിക്കുക. ഇതിനിടയിലൊക്കെ ഒരുപാട് സംഭവമുണ്ട്, ഞാനിപ്പോ ഒന്നും പോകുന്നില്ല. റിസോറിൽ വെച്ച് നടന്നിട്ടുള്ള സംഭവങ്ങൾ, ശേഷം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നടന്നിട്ടുള്ള സംഭവങ്ങൾ, അതൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഞാൻ ആ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം ഒന്ന് പറയാനായിട്ടാണ് ഓടിച്ചു പോകുന്നത്. അപ്പൊ മസ്ജിദ് ഖുബാ പള്ളി പണിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച ദിവസം രാവിലെ കുളിച്ച് ഫ്രഷായി നബിയും അനുയായികളും അവിടെ നിന്ന് ഇറങ്ങി ആ ഖുബാ പള്ളിയുടെ പരിസരത്ത് നിന്ന് നേരെ പോകുന്നത് തൊട്ടടുത്ത് തന്നെ, അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം, മസ്ജിദുൽ ജുമുഅ എന്നറിയപ്പെടുന്നതായ ആ പള്ളിയുടെ പരിസരത്തേക്ക് നബി തങ്ങൾ ചെന്നു. നബി തങ്ങൾ അന്ന് അവിടെ പോയി അവിടുത്തെ ചീഫ് ഇമാമായി നിന്നുകൊണ്ട് ജുമുഅ നമസ്കാരത്തിന് നേതൃത്വം നൽകി. നബി തങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ അവിടെ ജുമുഅയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് മദീനയിൽ വിശ്വാസികളുണ്ടല്ലോ, അവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ മക്കയിൽ വന്നുകൊണ്ട് പ്രവാചകരെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചതും ഞങ്ങൾ എല്ലാ സഹായവും ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തതും അവരാണ്. അവർ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനം കൂടിയാണ് നബി തങ്ങൾ ഹിജറ എങ്ങോട്ട് നിയ്യത്ത് ചെയ്തത്? പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലേക്ക് പോകാൻ നിയ്യത്ത് ചെയ്തതും തന്നെ അതാണ് കാരണം. നേരത്തെ അവിടെ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട്, അവിടെ നമസ്കാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുമ്പോൾ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ആണ് ആ പള്ളിയിലെ ചീഫ് ഇമാം. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ചെന്നപ്പോ പിന്നെ അങ്ങനെയാണല്ലോ, ചീഫ് ഇമാമ് വന്നു, ഏറ്റവും വലിയ അഷ്റഫുൽ ഖൽഖ് വന്ന് തങ്ങളെ ഇമാമത്ത് നിർത്തി നബി ജുമുഅയ്ക്ക് നേതൃത്വം കൊടുത്തു. മസ്ജിദുൽ ജുമുഅ എന്നറിയപ്പെടുന്നു ആ പള്ളി ഇന്നും. അള്ളാഹു പോയി കാണാനും നിസ്കരിക്കാനും തൗഫീഖ് നൽകട്ടെ. ജുമുഅ നമസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും ഒട്ടകപ്പുറത്ത് കയറി നബി തങ്ങൾ യാത്ര തുടർന്നു. എങ്ങോട്ടാണ് വരുന്നത്? യസ്രിബ് എന്നാണ് മദീനയുടെ പഴയ പേര്. ഈ ഖുബാ പള്ളിയുടെ പരിസരത്ത് നിന്ന് 4 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ളത്. നബി തങ്ങളാണ് ആ പേര് മാറ്റുന്നത്. നേരെ അങ്ങോട്ടാണ് വരുന്നത്, യസ്രിബിലേക്ക് വരികയാണ്. യസ്രിബിലേക്ക് വന്നു, മദീന എന്ന് പറയുന്ന ആ സ്ഥലത്ത് വന്നു. യസ്രിബിൽ വന്നു നബി തങ്ങളുടെ ഒട്ടകം അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുപടിക്കൽ വന്ന് നബി തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തി. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ചരിത്രം. മദീനയിൽ വന്ന് ഒട്ടകം മുട്ടുകുത്തിയത് അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടുപടിക്കൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചരിത്രം. അവിടെ നബി തങ്ങൾ താമസിച്ചു, അവിടെ സ്ഥലം വാങ്ങി. അന്ന് കൊണ്ടുവന്ന മയ്യത്ത്, പഴയ ആളുകളുടെ ജൂതന്മാരുടെ ഒക്കെ മയ്യത്ത് അടക്കിയിരുന്ന ഒരു സ്ഥലം, ആ മയ്യത്തും സംഭവമൊക്കെ എടുപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളത്തിന്റെ ചാലുകളൊക്കെ വന്നിട്ട് ഒരു കുഴിയായി കടന്ന പ്രദേശമാണ് മസ്ജിദുൻ നബവി. ആ നബവി നിന്നതായ സ്ഥലം സഹിൽ സുഹൈൽ എന്ന് പറയുന്നതായ 2 യത്തീം കുട്ടികളുടെ കൈവശത്ത് നിന്ന് 40 ദീനാർ സ്വർണ്ണ നാണയം കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ഥലം വിലക്കെടുത്തു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു പൈസ കൊടുത്തു 40 ദീനാർ സ്വർണ്ണ നാണയം. അങ്ങനെയാണ് മസ്ജിദുൻ നബവിക്ക് വേണ്ടി ആദ്യമായി സ്ഥലം വാങ്ങുന്നത്. എന്നിട്ട് പള്ളിയുടെ പണി തുടങ്ങി. എന്ത് തുടങ്ങിയില്ല? വീടിന്റെ പണി തുടങ്ങിയില്ല. ഒരു നാട്ടിൽ ആദ്യം വേണ്ടത് എന്താ? പള്ളിയാണ്. മനസ്സിലാക്കാൻ, പള്ളി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാ വിപത്തും നീങ്ങും. പള്ളി മനോഹരമായാൽ വീട്ടിൽ ആ നാട്ടിൽ ഐശ്വര്യമുണ്ടാകും. അതിലേക്കുള്ള സൂചനയാണിത്. നബി തങ്ങൾ വീട് പണിയായിരുന്നില്ല, ആദ്യം ചെയ്തത് എന്താ? പള്ളി പണിയാൻ. ഇത് തന്നെയാണ് 4 ദിവസം മുമ്പ് വന്ന് ആദ്യം ഒട്ടകം മുട്ടുകുത്തിയതാകുന്ന സ്ഥലത്ത് നബി ചെയ്തത്. മസ്ജിദ് ഖുബാ പള്ളി നിർമ്മിച്ചു. എന്നിട്ട് ഇവിടെ എത്തിയതിനു ശേഷം വീണ്ടും 2 അനാഥ മക്കളുടെ കൈവശത്ത് 40 സ്വർണ്ണ നാണയം കൊടുത്തു. അവർക്ക് മറ്റൊരു സ്ഥലം തയ്യം ചെയ്തു കൊടുത്ത് അവർക്ക് വീടിനുള്ള സൗകര്യം മാറ്റിക്കൊടുത്തു. പള്ളിയുടെ പരിസരത്തോട്ട് മാറിക്കൊടുത്തു. അവർക്ക് വേറെ സ്ഥലവും കൊടുത്തു. എന്നിട്ട് ഇവിടെയുള്ളതാകുന്ന മണ്ണിന്റെ എല്ലാ ഭാഗങ്ങളും വിഷയങ്ങളും ഒക്കെ തീർപ്പാക്കി, ചാലുകൾ വെള്ളത്തിൻ്റെതാകുന്ന ഒഴുക്കുകളൊക്കെ മാറ്റി മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി, അവിടെയുള്ളതാകുന്ന പഴയ ശവശരീരങ്ങളുടെ സംഭവമൊക്കെ മാറ്റി വേറെ ഭാഗത്തേക്ക് കുഴിച്ചിട്ടു. എല്ലാം നല്ല സെറ്റാക്കി പള്ളിക്ക് പറ്റുന്ന അനുയോജ്യമായ ഇടമാക്കി മാറ്റി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെയാണ് അവിടെ മസ്ജിദുൻ നബവി നിർമ്മിക്കുന്നത്. ആ പള്ളി പണിയാൻ നബി തങ്ങളും ഇറങ്ങി പ്രവർത്തിച്ചു. സ്വന്തം ശരീരം കൊണ്ട് ഇറങ്ങി നിന്നു പള്ളി പണിയാൻ. ഈ പള്ളി പണിതിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഈ പള്ളിയിൽ ആരെങ്കിലും വന്ന് നമസ്കാരം നിർവഹിച്ചാൽ അവനും കിട്ടും ലക്ഷക്കണക്കിന് പ്രതിഫലം. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് തന്നെ പറയാം,
10 ലക്ഷം റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടും എന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നു ഹദീസ് വിശദീകരിച്ചുകൊണ്ട്. ഒറ്റ റക്അത്ത് നിസ്കരിച്ചാൽ മതി. എവിടെ? മസ്ജിദുൻ നബവിയിൽ. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. മസ്ജിദുൽ ഹറാം 10,000 കോടി റക്അത്ത്, മസ്ജിദുൻ നബവി 10 ലക്ഷം ഒരു റക്അത്തിന്. 1000 റക്അത്ത് നിസ്കരിച്ചാൽ നേട്ടം എവിടെ? മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളിയും പണിതതിന്റെ പശ്ചാത്തലവും നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഈ മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് നിന്ന് എല്ലാ ശനിയാഴ്ചയും എവിടെ പോകും? ഖുബാ പള്ളിയിലേക്ക് പോകും. നടന്നും പോകാറുണ്ട്, വാഹനത്തിലും പോകാറുണ്ട്. ഇന്ന് നിങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് മസ്ജിദുൽ ഹമാമയുടെ ബാക്ക് സൈഡിൽ നിന്നാൽ അതിലേക്കൂടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ഒരു വഴി തന്നെയുണ്ട്. നടന്നിങ്ങനെ പോകാം. നല്ല കട്ട വിരിച്ച് ഫുള്ളായിട്ട് വിരിച്ചിരിക്കാൻ. വണ്ടിയിൽ പോകുന്നവർക്കും പോകാം. അവിടെ ചെറിയതാകുന്ന വാഹനങ്ങളുണ്ട്. 10 റിയാൽ കൊടുത്താൽ നമുക്ക് നേരെ മസ്ജിദ് ഖുബാ പള്ളി കൊണ്ടുപോകും. തിരിച്ചിങ്ങോട്ടും 10 റിയാൽ കൊടുത്താൽ തിരിച്ചിങ്ങോട്ടേക്ക് വരും. ഏത് സമയത്തും ഉണ്ട്. 24 അവേഴ്സും വണ്ടി സൗകര്യമാണ്. ആ സ്ട്രീറ്റിലൂടെ നല്ല റാഹത്താണ്. നടന്നു പോകാനാണെങ്കിൽ ഒരു 50 മിനിറ്റ് കൊണ്ട് സുഗമമായി അപ്പുറത്തെത്തും. സാധാരണ നടക്കാൻ പറ്റുന്ന ഒരാൾക്കാണെങ്കിൽ 50 മിനിറ്റ് കൊണ്ട് സുഖം. അതായത് 1 മണിക്കൂർ വേണ്ടെന്നർത്ഥം. ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് മസ്ജിദ് ഖുബായിലേക്ക് നബിതങ്ങൾ എല്ലാ ശനിയാഴ്ചയും പോകുമായിരുന്നു. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, മൻ അതാ ഇലാ മസ്ജിദ് ഖുബാ മുതതഹിറൻ ثم صلى فيه كان له كأجر عمرة شفيعنا رسول الله. ആരെങ്കിലും ഈ മസ്ജിദ് ഖുബാ പള്ളിയിലേക്ക് നല്ല ശുദ്ധിയോടുകൂടി വുളൂഓടുകൂടി വന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ അവന് ഒരു ഉംറ നിർവഹിച്ച പ്രതിഫലം കിട്ടുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അത് ആ പള്ളിക്കുള്ള പ്രത്യേകതയാണ് മസ്ജിദ് ഖുബാ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശനായി ചെല്ലുമ്പോഴും അവിടെ ഒക്കെ പള്ളികൾ നിർമ്മിക്കുകയായിരുന്നു. ഇതെല്ലാ സ്വഹാബത്തിന്റെയും ശൈലിയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീനി ദഅവത്തുമന്റെ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്ത് അവരതാ മനോഹരമായ പള്ളികൾ തീർത്തു. കേരളക്കരയിൽ മാലിക് ബിൻ ദിനാർ സംഘവും വന്നിട്ട് 12ഓളം പള്ളികൾ കേരളക്കരയിൽ തന്നെ പണിതു. വളരെ ശ്രേഷ്ഠമായ പള്ളികൾ. ആ പള്ളികളിലൊക്കെ നമസ്കരിക്കാൻ ഇന്നും നമുക്ക് മനസ്സിന് വല്ലാത്ത കുളിർമയാണ്.